ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ, മറക്കരുതേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ, ചിരട്ടയിലെ ഒരു വിസ്മയം തന്നെയാണ്. അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്ത് നന്നായി പണിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഈ രൂപത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട്. പോളിഷൊക്കെ ചെയ്തു വന്നപ്പോൾ ഏകദേശം നല്ല ഭംഗിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സംഭവം. ഒരു കുതിരവണ്ടി അല്ലെങ്കിൽ ഒരു കാളവണ്ടി എന്നൊക്കെ പറയാം, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് ചിരട്ടകളും പിന്നെ ചിരട്ടകളും തന്നെയാണ് മെയിനായിട്ട് നമ്മളിതിന് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ വീഡിയോ കൂട്ടുകാരെല്ലാവരും ഒന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റിലൊന്ന് അറിയിക്കുക കൂടി ചെയ്യുക. നല്ല രീതിയിൽ വണ്ടി പോലെ പോകുന്നുണ്ട്, എല്ലാം നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾക്കിതിന് വേണ്ടത് ഇത്തരം ചിരട്ടകളാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ചിരട്ടകളാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ ചിരട്ടകൾ അതും അത്യാവശ്യം തന്നെയാണ്. അതായിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലിയർ ആക്കാനും പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അത് നമ്മൾ ഡ്രില്ല് വെച്ചിട്ടാണ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് വേണ്ട രീതിയിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആക്സോ ബോർഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മുഴുവനും കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ചക്രമാണ്. അപ്പോൾ 2 ചക്രം വേണമല്ലോ. അപ്പോൾ അത് ലെവൽ വരുന്ന രീതിയിൽ ഉള്ള പീസ് എടുത്തിട്ട് ഒരേ റൗണ്ടിലുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ ടോപ്പ്, കുതിരവണ്ടിയുടെ ടോപ്പില്ലേ, ഇരിക്കുന്ന ഭാഗം, ആ മോൾ ഭാഗം, അതും അങ്ങനെ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ടയറും അതും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഏകദേശം ഇതുപോലെയാണ് അതുള്ളത്. ഇത്തരത്തിൽ കുറച്ച് പീസുകളും കൂടി നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഈ ചെറിയ പീസുകളെല്ലാം നമ്മളൊന്ന് സാൻഡർ പേപ്പർ ഇട്ട് എടുത്തിട്ടുണ്ട്. ടയറ് പിന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള കുറച്ച് പീസുകൾ ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇരിക്കാനുള്ള സീറ്റ് ആക്കാനുള്ളതാണ് ഇത് 2 അതിന് ചാരി ഇരിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഇരിക്കാനുള്ള ചെറിയ പീസാണ്. പിന്നെ കുറച്ച് ചെറിയ പീസുകളും ഇനിയും വേണം കുറച്ച് പീസുകളും കൂടിയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആയത് പീസൊക്കെ വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുണ്ടാക്കി നോക്കിയാലേ ബാക്കിയുള്ള പീസ് എത്ര വേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആയ പീസ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇരിക്കാനുള്ള ഭാഗമൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത്, ഈ കാലിങ്ങനെ വെച്ച ഭാഗങ്ങളിൽ. അത് വേറൊരു പീസിൻ്റെ മേലെ നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. സീറ്റൊക്കെ അതിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഈ പീസിൻ്റെ മേലെ നിർത്തിക്കളയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ട രീതിയിലൊക്കെ പീസ് നമ്മൾ പേപ്പറൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സീറ്റിൻ്റെ രൂപത്തിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും വെച്ചിട്ട് ചെയ്യേണ്ടതാണ്, അതാണ് നമുക്ക് ഉയർത്തിപ്പിടിച്ച് ചെയ്യാൻ കഴിയില്ല. അത് അങ്ങനെ നമ്മൾ ഒരു ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
നമ്മൾ ആ ഒട്ടിച്ച ഭാഗവും സീറ്റും ഒക്കെ ഏകദേശം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ 4 പീസുകൾ അതിൻ്റെ താഴെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെല്ലാം കൂടി സെറ്റാക്കിയിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചെടുക്കാനാണ് ഉള്ളത്. അതിന് മുന്നേ നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒക്കെ ഒന്ന് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. ഇനി അത് സെറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളിൽ ഇതിൻ്റെ താഴെയായിട്ടും നമ്മൾ കുറച്ച് പീസുകൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കവർ ചെയ്തിട്ട്. അതിലാണ് നമ്മൾ ടയർ വരുന്ന ഭാഗം ഇതിൻ്റെ ഏകദേശം അരികെയാണ് വരിക. ടയർ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സെൻറ്ററിൽ വെക്കാൻ 2 റൗണ്ട് പീസ് ചെറുത് ഉണ്ടാക്കിയെടുത്തിട്ട് ബാക്കി ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ 5 ഭാഗമാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ആ 5 ഭാഗം ടയറിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇതുപോലെ 5 പീസാക്കി എടുത്തിട്ട് ടയറിൻ്റെ വരച്ച ഭാഗം വെച്ചിട്ട് ഏകദേശം 5 ഭാഗങ്ങളാക്കിയിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് 2 പീസ് ഈ സൈഡിലും അതുപോലെ ഉൾഭാഗത്തും വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ ഡ്രില്ല് വെച്ചിട്ട് തുളച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു കമ്പി കയറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ വീല് കറക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. കുറച്ച് റിസ്ക് എടുത്ത് ചെയ്തതാണ് ഈ ക്രാഫ്റ്റ്. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് എന്നെ അറിയിക്കേണ്ടതാണ്. നമ്മൾ ഡ്രില്ലെടുത്തിട്ട് 2 തുള ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഹോൾഡ് ചെയ്ത് നിർത്തണം. അതിന് വേണ്ടിയിട്ട് 2 പീസ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അതിൽ ഡ്രില്ലെടുത്ത് തുളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലൂടെ കമ്പി കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് പിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ വീൽ കറങ്ങുന്നിടത്ത് ചെറിയ 2 പീസ് നമ്മൾ എക്സ്ട്രാ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വലിച്ചു കൊണ്ട് പോകാനുള്ള സംഭവമാണ് ഇതിൽ ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടി 3 പീസ് എടുത്ത് ഒട്ടിച്ചിട്ട് അത് ഗ്രൈൻഡ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഏകദേശം ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ 4 സൈഡ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആ 3 സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചെറിയ സൈഡും കൂടെ ഒന്ന് വെച്ചിട്ട് നമ്മളത് വലിച്ചുകൊണ്ട് പോകാനുള്ള സംഭവമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ട രീതിയിൽ ഫ്ലക്സിക്കൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ. ഇനി അത് ലോക്ക് ചെയ്യാൻ ഇതുപോലെ ഈ വീലിൻ്റെ കമ്പി കൊള്ളുന്ന ചെറിയ 2 ഹോൾ ഇട്ടിട്ട് 2 പീസാക്കിയിട്ട് ഈ കമ്പിയുടെ 2 അറ്റത്തും ടയർ ഇട്ടിട്ട് ഫ്ലക്സിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് അത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു ലോക്ക് രൂപത്തിലാക്കിയെടുക്കാൻ. ഇനി നമ്മൾ അതിൻ്റെ മുന്നേ ആയിട്ട് എല്ലാം ഒന്ന് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. സെറ്റ് ചെയ്യാനാണുള്ളത്. അതിൻ്റെ മുന്നേ എല്ലാ ഭാഗങ്ങളും പേപ്പർ ഇട്ട് എടുത്തിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ടത് സെറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഏകദേശം ഇതുപോലെ നമ്മൾ അതിൻ്റെ ചാരുഭാഗവും എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ചക്രം വരുന്ന ഭാഗവും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ടയർ ഇട്ടിട്ട് അത് ഏകദേശം ശരിയാവുന്ന രീതിയിലാണോ എന്ന് നോക്കിയതിന് ശേഷം ടയറിൻ്റെ ആ അറ്റം വരുന്ന ഭാഗത്ത് ആ തുളച്ച് വെച്ച ചെറിയ പീസ് ഇട്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ടയർ കുടുക്കിയിട്ട് ഈ ഭാഗത്ത് കൂടെ 2 ടയർ ഇട്ടിട്ട് 2 അറ്റവും നമ്മൾ ക്ലോസ് ചെയ്യുന്നതാണ്. പൊടിയൊക്കെ ഇട്ടിട്ട് അന്നേരം അത് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ഉരുണ്ട് വരുന്നുണ്ട്.
ഇനി ഈ മുൻഭാഗം നമ്മൾ സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ ലെവലൊക്കെ നോക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ ഫ്ലക്സ് ഇട്ടിട്ട് ചിരട്ടയുടെ പൊടിയൊക്കെ വെച്ച് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു പീസ് കൂടെ നമ്മൾ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനൊരു ബലം കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് പേപ്പർ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാനേ ഉള്ളൂ. അതിൻ്റെ മുന്നേ നമ്മൾ ഈ ടോപ്പ് ഭാഗത്ത് ചെറിയ 2 പീസ് ഒട്ടിച്ചെടുക്കാൻ കൂടിയുണ്ട്. അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് 2 പീസ് നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തു. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ പൊടിയൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് റെഡി ആക്കിയിട്ട് മൊത്തത്തിലൊന്ന് പേപ്പർ ഇട്ട് എടുക്കുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും ഒന്ന് പേപ്പർ ഇട്ട് എടുത്തിട്ട് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് തൂവി കൊടുക്കുന്നത്. ഏകദേശം മൊത്തത്തിലൊന്ന് പേപ്പർ ഇട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയ സംഭവം. ഫുള്ള് പേപ്പർ ഇട്ട് ക്ലിയർ ആക്കിയിട്ടൊന്നുമില്ല. അത് ഒരു കാളവണ്ടിയുടെ രൂപമല്ല, അപ്പോൾ കുറച്ച് പരുക്കനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതങ്ങനെ നിർത്തിയത് തന്നെയാണ്, ഫുള്ള് ക്ലിയർ ആക്കാതെ ഉള്ളൊരു സംഭവം തന്നെയാണ് അത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് കറങ്ങുന്നതൊക്കെ ഉണ്ട് ഇപ്പോൾ. ഇനി നമ്മൾ അതിൽ വെളിച്ചെണ്ണയൊക്കെ വന്ന് ഇട്ടിട്ട് നല്ല ഭംഗി വരുന്നുണ്ട്. വെളിച്ചെണ്ണ ഒരു കോട്ട് അടിക്കുമ്പോൾ പിന്നെ ഒന്നും കൂടെ നമ്മൾ ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ ടച്ച് വുഡ് സ്ലീക്ക് അടിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഉണങ്ങിയതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം സ്ലീക്ക് അടിച്ചെടുക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഏകദേശം നമ്മൾ മുഴുവനായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ. നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മൊത്തത്തിൽ നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ 2 കോട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് സ്ലീക്ക്, നമ്മുടെ പോളിഷ്, അതായത് വുഡ് ഫിനിഷ് വാർണിഷ്, അതാണ് അടിച്ചെടുക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആ പോളിഷാണ് ഇതിൽ നമ്മൾ കൂടുതലായിട്ട് അടിച്ചെടുക്കുന്നത്. ഇത് ഏകദേശം ഫുള്ളായിട്ട് തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അത് അടിക്കുമ്പോൾ നല്ലൊരു തിളക്കം എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഭംഗിക്ക് തന്നെ അതായിട്ട് വരുന്നുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മൾ സ്ലീക്കൊക്കെ അടിച്ച് ഉണക്കിയെടുത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അത്യാവശ്യം കട്ടയ്ക്ക് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, നന്നായി പണിതിട്ടുണ്ട് ഇതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ഉരുണ്ട് വരുന്നുണ്ട്. വണ്ടി പോലെ തന്നെ എല്ലാം നമുക്ക് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ പക്ക നേരെ ക്ലിയറൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കിയത്. ഏകദേശം ഇതിങ്ങനെ ഒരു രൂപം തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ കുറച്ചുകൂടി ചെറുതായിരുന്നു വിചാരിച്ചത്. നമ്മളെ കയ്യിൽ ചെറിയ നാളികേരമല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തപ്പോൾ കുറച്ചൊരു വലുപ്പം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് കൂട്ടുകാർ ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉരുളുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഇതുപോലുള്ള അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ഞാൻ ബൈ പറയുന്നു.